السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുടെ ഒരു പലക്കാണ് ദഇൽ അയ്യാമ തഫഅലു മാ തശാഉ. ദിവസങ്ങൾ അതാകൃതാക്കട്ട് പലേതും അതിൽ നടക്കൂ. വത്തിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. അല്ലാഹുടെ തീരുമാനം വന്നെങ്കിൽ അവിടെ നീ ഇതെന്ത് ഷാവു, നക്കേന്ത് സിക്ക്, നക്കേന്ത് രോഗം, നക്കേന്ത് ഇങ്ങനെ നഷ്ടം, അങ്ങനെ ചൊന്ന് നടക്കൂ തീറ. അതിലെ പിന്നിൽ ഖൈറുണ്ടാവും ചൊല്ല ബോധം നിൽക്കുണ്ടാവണുണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലെ. എപ്പോഴും പ്രയാസങ്ങളെ ചൊന്ന് നടക്കൂ തീറ. പലപ്പോഴും ഞങ്ങൾ കേൾക്കണേ നാലാൾമാർ കൂടി അവിടെ നഷ്ടത്തെ വഗ്യമേ ഉണ്ടോകിക്കടേ, പ്രയാസത്തെ വഗ്യമേ ഉണ്ടോകിക്കടേ, സീക്കടെ വഗ്യമേ ഉണ്ടോകിക്കടേ, ആരോഗ്യം പടച്ചോൺ ഇത്ര വർഷ തന്നതര വഗ്യ ഞാൻ മുണ്ടുള്ള എവിടെയും നെഗറ്റീവാണ് കേട്ടോണ്ടിക്കടേ. എങ്ങനെയുള്ളവർ കൈഫൽ ഹാൽ ചൊന്നെങ്കിൽ അൽഹംദുലില്ലാ ചൊല്ലതും ഭാരി വങ്ങത്തിലാണ്. തലതൊറിഞ്ഞിട്ടേ ഞാൻ ചൊല്ലേ. ഇങ്ങനെ ചൊല്ലുക തീറ. ലോകത്തേറ്റവും പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ടെൻഷൻ പ്രകടാക്കിയിട്ടേ ഇല്ല, എവിടെയും ശുഭലക്ഷണമാണ് കാട്ടിക്കൊണ്ടിരുന്നത്. 23 വർഷത്തെ ബതുക്കുൽ എത്ര പ്രയാസങ്ങളാണ്, 60-70 യുദ്ധങ്ങളാണ്. ഒരു സെക്കൻഡ് പുരുഷത്തില്ല. യാ റബ്ബി, അങ്ങനത്തെ നേതാവുടെ മുഖം എപ്പോഴും തബസ്സുമാണ്, പുഞ്ചിരി മാത്രമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഖളായിലും തൃപ്തിപ്പെടുന്നുകൊണ്ട് പരിപാടിക്കത്തെ ആളാണ്. അള്ളാഹു നമുക്ക് നല്ല ഹിമ്മത്തും ഈമാനും സബറും വർദ്ധിപ്പിച്ച് തരട്ട്. ഇത് ചൊല്ലകു സുലഭാണ്. പക്ഷേ അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മോമിനാവുടെ ഈമാൻ കാര്യത്തിലാൻ കേട്ടൻ ഗൗജിൽ നിന്ന് 6 ചൊല്ല, എക്സാം എഴുതിയിട്ട് പാസ്സാവുക, 100 മാർക്ക് എടുക്കട. പക്ഷേ അള്ളാഹുവിൽ വിശ്വാസം റെഡി, കിതാബുണ്ടും ചൊല്ല വിശ്വാസം റെഡി. ഞാൻ വിശ്വസിച്ച മലായിക്കത്തുണ്ടു കാണ്ടില്ലല്ലോ, എത്ര മലായിക്കത്ത് വേണമെങ്കിൽ കട്ട് ഞാൻ വിശ്വസിച്ചിട്ടൈത്ത്. മുർസലീങ്ങളുള്ളാർ ഞാൻ വിശ്വസിച്ച അങ്ങനെ വന്നിട്ട് വൽ ഖദരി ഖൈരിഹി വശരി, അവിടെയാണ് ഞാൻ തെറ്റിപ്പോണ്ടേ. ആ വിശ്വാസം വെറുതെകും ഞാൻ എക്സാം എഴുതര മാത്രമല്ലാണ്ട് നക്കത് ബണ്ടില്ല. ഖൈറും ഷർറും പടച്ചോണ്ട മുട്ടത്തെയാണ്. ഈ വിശ്വാസം മനസ്സിലങ്ങ് ഉറപ്പാവണു. അള്ളാഹുടെ ഖളാ ഖദർ തപ്പാട്ടുക ലോകത്തൊരാൾക്കും സാധ്യയില്ല. അതിലെ ചില ഉദാഹരണങ്ങളാണ് ഇന്നലെ ഞാൻ ചൊന്നേ. ഒരാൾ ഭാര്യ ഭർത്താക്കന്മാർ വലിയ പ്രയാസമാണ്, ഓണു പിന്നെ ചാവണവും ചൊന്നിട്ടോൾ ദ്വാർന്നുകൊണ്ടുള്ള ആൾ, ഭർത്താവ് ഒന്ന് മറിച്ചിട്ട് പോണു, സഹിക്കുകയാവില്ലേ. ഒരു പക്കം ഞാൻ വായിച്ചതാണ്. അവൻ അവസാനം മൂന്ന് ചാവൃതുമില്ല, എന്താക്കടേ ഔത്തരമേൽ മാലികയ്ക്ക് പത്തിട്ട് ഓൾ ചാട് ഓലെ സ്വയം ആത്മഹത്യയാക്കു തീരുമാനാക്കടാൾ. അങ്ങനെ ഓൻ ചാവണം ചൊന്നിട്ട് അത് പറഞ്ഞുകൊണ്ടുള്ള ഓൻ ചത്തോണ്ടില്ല, ഓൻ നല്ല ഉഷാറുള്ള, ഓ മരിക്കില്ല. ഓൾ മേലെ ചാടിയിട്ട് ആത്മഹത്യയാക്കുവാണ് ഭർത്താവിടെ. അങ്ങനെ മേലെ തുള്ളുടാൾ. തുള്ളുമ്പോഴാണ് ഓൻ ഔത്തരെ ഭർത്തവണ്ടേ, ഓൻ്റെ മേൽಗೆ ഓൾ ബുൾഡാൾ, അവനാണ് ചത്തുപോയെ, ഓൾ എന്തോ ഇല്ലാണ്ട. ഇതിന് ബഗ്ഗെയുള്ള കഥ ആണ്, പഠിച്ചുകൊണ്ട കഥ ആണ്. ചാവ് പോയിടെ ഓളു, പക്ഷേ ചത്തത് ഓല ഉദ്ദേശവും അതാണ്. അവനാണ് അങ്ങ് ചത്തുപോയി. അവ ചെന്നുകൊണ്ടുള്ളേ ഞാൻ വിചാരിച്ച പോലെ നടക്കണമെന്ന് ചൊന്നെങ്കിൽ സാധ്യമല്ല. നാനുണ്ടല്ല ലോകത്തെ ഏത് കോടീശ്വരന് വരെ സാധ്യമല്ല. ലോകത്തെ നമ്പർ 1 കോടീശ്വരൻ അവൻ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ലേ, നടത്തുക അവനക്ക് സാധ്യമേ അല്ല. കാരണം ഏറ്റവും വലിയ മുതലാളി റബ്ബാണ്. ആ റബ്ബുടൊട്ടിയാണ് വല്ലാത്ത വിശ്വാസം നമുക്കുണ്ടാവണായി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുടെ ഖളാ അങ്ങനെയാണ്. കുറേ ആൾമാർ ചൊല്ലേണ്ടിട്ടുണ്ട്, നാനും അയാളും ഒട്ടിയെ സൊറാക്കിക്കൊണ്ടിരുന്ന, അയാൾ നണ്ടൊട്ടിയമേ സൊറാക്കിക്കൊണ്ടിരുന്നേ. പക്ഷേ ഇൻ്റെ അയാൾ വലിയ കോടീശ്വരനാണ്. ഒരാൾ ഈ അടുത്ത് നക്ക് ചൊന്തു, അയാൾക്കത് കേസില്ല, അയാൾ ചൊന്നത് അങ്ങനെ ആവട്ടെ അൽഹംദുലില്ലാന്ന് ചൊന്നത്. പക്ഷെ ചില ആൾമാർ ചൊല്ലേണ്ടുണ്ടു, കോടീശ്വരൻ നാനിങ്ങനെ, അതെന്തേലും ചൊന്നിട്ട് കാര്യമില്ല, അത് അള്ളാഹുടെ ഖളാ ആണ്. ഞങ്ങളൊട്ടി ഒരാൾ ചൊന്നുകൊണ്ടിരുന്നത് ഒരു പക്ക ക്യാൻറ്റീനിൽ ഫുഡാക്കണമെങ്കിൽ ഒരാൾ, നാനും സുൽത്താൻ ഹാജി ഞങ്ങൾ ഒരു അങ്ങട്ടിൽ സാമാൻ കെട്ടി കൊടുത്തോണ്ടിരുന്ന. പക്ഷേ ഇയാളിൻ്റും സൊറാക്കിക്കൊണ്ടുണ്ടു, നയിച്ചുകൊണ്ടുണ്ട്. പക്ഷെ അയാൾ സുൽത്താനായിത്ത്, വയസ്സത്തിൽ വലിയ ആളായിത്ത്. അത് ചൊന്നിട്ട് കാര്യമില്ല. പഠിച്ചോനാണ്, കൊടുക്കുടവൻ പഠിച്ചോനാണ്, തടയിലവനും പഠിച്ചോനാണ്, റബ്ബാണ് പഠിച്ചോൻ. നക്കെന്ത്ര വേണുണ്ട് അവನು ಒಂದುಂಟು, ആർക്കെന്ത്ര വേണുണ്ട് അവನು ಒಂದುಂಟು. റബ്ബുൻ ചൊന്നെങ്കിൽ അങ്ങനെയാണ്. നക്ക് വലയത് അത് വേണം ഇത് വേണം അങ്ങനെ എന്തെല്ലാം ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങളിക്കും നിരന്തര ദ്വായിട്ടിക്കും. പക്ഷെ അത് നക്ക് വേണ കിട്ടിയ ഖൈറ അല്ലേൻ പഠിച്ചോನು ಒಂದುಂಟು. ഞങ്ങളത്തുള്ള ചെറിയ കിടാവും, ആ കിടാവ് എപ്പോഴും വലിയങ്ങളെ ചൊറുപ്പേയിട്ടോണ്ട് പോണ്ടേ. ഞങ്ങൾ സാധാരണ എപ്പോഴും കണ്ടതല്ലേ. ഞാനൊരു പെരുന്നാൾ വന്ന ചെറിയ പെരുന്നാൾ, ആ പെരുന്നാൾക്ക് ഹബ്ബ നോക്കൂടല്ലേ. കിടാവ് വലിയങ്ങളെ ചെറുപ്പേ ഇഷ്ടം ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഹബ്ബ മാർക്കറ്റ് പോയിട്ട് വലിയ ചെറുപ്പം എടുത്താൽ അവനെടുത്തവൻ്റെ ചെറിയ ചെറുപ്പേ. കാരണം ഈ കിടാവ് എന്തിന് പറ്റും, മസ്ലഹത്ത് അസ്ലഹ് നല്ലത് ഏതിൻ്റെ ഹബ്ബ കൊന്തുണ്ടു. അതുപോലെ റബ്ബുകെല്ലാം കൊന്തുണ്ടു. അള്ളാഹുടെ ഖളായിൽ തൃപ്തിപ്പെടുന്നുണ്ടാണ് ചെന്നുകൊണ്ടുള്ളേ. വിരൂപ്യായെങ്കത്തെ ആൾക്ക് സുന്ദരിയായ പെണ്ണ് കിട്ടണമെങ്കത്തെ ചരിത്രമുണ്ടു, കിട്ടിയത് എത്രമാവുണ്ടു. അതേ സമയത്ത് വിരൂപിയായ പെണ്ണുക്ക് സുന്ദരക്കുട്ടൻ കിട്ടിയെങ്കത്തെ ചരിത്രമുണ്ട്. കിട്ടാം, ഇത് തഖ്ദീറാണ്, അള്ളാഹുടെ തഖ്ദീറാണ്. ഇതെല്ലാം ചിന്തിച്ചിട്ട് റബ്ബുക്ക് മടങ്ങണു. നൻ്റെതെന്തും നടക്കില്ല, സൗന്ദര്യാവട്ട്
നിൻ്റെ ഇൽമാവട്ട് സമ്പത്താവട്ട് ഇതെല്ലാം അഹങ്കരിക്കുകയുള്ളതല്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ. ഞാനിപ്പോൾ ചൊന്നുകൊണ്ടുള്ളേ ഒരാളൊരു സംഭവം ചൊന്നപ്പോൾ ജീവിതത്തിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്, അധികാരം കൊടുക്കണവനാണ്. ഇന്നത്തെ കോടീശ്വരൻ നാളെ റോഡ് സൈഡിൽ തെണ്ടാം, ഇന്നത്തെ ഫക്കീർ നാളെ വലിയ കോടീശ്വരനാവാം. ആക്കൂ സാധ്യമാണ്, പഠിച്ചോനാണ് എല്ലാ മക്കളെ. അവിടെ ഒരിക്കലും അസൂയ വരണു തീറ. പിന്നൊരാൾക്ക് ഒരു ഞാമത്ത് കിട്ടുമ്പോൾ ആ ഖളായിൽ ഞാൻ തൃപ്തിപ്പെടുന്നു എന്നൊക്കെ അസൂയ വരണു തീറ. അൽ മുആസറത്തു അസ്ലുൽ മുനാഫറ, അൽ മുആസറ അസ്ലുൽ മുനാഫറ എന്നുള്ള പദങ്ങളുണ്ട് ചില ഇമാമിങ്ങൾ ചെല്ലാറ്. എന്തേ അസൂയ വേണ്ടപ്പോൾ ചൊന്നെങ്കിൽ ഒരേ കാലക്കാർ സമപ്രായക്കാർ, അതാണ് അസൂയയുടെ ഏറെ വേണ്ടത്. ഏതോ ഓർത്തത് പണ്ടേതോ ഒരാൾക്ക് വലിയ എൽമ കിട്ടിത്തൂളാന്ന് ചൊന്നിട്ട് ഓണക്ക് എന്തും ബേജാറാവില്ല. ഓൻ്റെ സമപ്രായക്കാരൻ ഓൻ്റെ കാലത്തിലുള്ള ഓൻ്റെ രായത്തെ മുട്ടമേ ഉള്ള എനിക്കത്തെ ഒരാൾക്ക് ഒരു ഞാമത്ത് കിട്ടുമ്പോൾ കണ്ണ് കടിക്കോസർവാട് സൈക്കിളിലെ ഒരു പെണ്ണിങ്ങളൊട്ടി ചൊന്തുണ്ട് പേരിക്ക. ഹൈദരാബാദിലുള്ള എനിക്കത്തെ ഒരു പെണ്ണ് 100 പൗണ്ട് ബംഗാറിട്ടുള്ള ഞങ്ങളുടെ രായത്തുള്ള പെണ്ണൊട്ടി ചെന്നാൽ അവൾ വിഷയമേ അല്ല, 100 200 നക്കെന്തുണ്ട് അവൾ കേൾക്കടേ. അതേ സമയത്ത് നിൻ്റെ നിരക്കരലുള്ള എനിക്കത്തെ പെണ്ണിങ്ങുള്ള ആളല്ലേ നിൻ്റെ ചങ്ങായി ഗുർത്തത്തവൾ, അവൾ 50 പൗണ്ട് ബംഗാറിട്ടവളാണ് ചെല്ലുമ്പോൾ കണ്ണും കാതും കടിക്കോസുറുവാടു. അതാണ് ചെന്നുകൊണ്ടുള്ള സമകാലീനറു മുട്ടത്താൾമാർ അങ്ങളൊട്ടിയാണ് അസൂയ വേണ്ടേ. ഷാഫി ഇമാം വലിയ ആലിമാണ്, മഖ്ദൂം തങ്ങൾ ഭയങ്കരമാണ്, അങ്ങനെ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇപ്പോഴത്തെ ഒരു ആലിമുഖം ബേജാറാവില്ല. അതേ സമയത്ത് ഓൻ്റെ ക്ലാസ്സിൽ പഠിച്ച എനിക്കത്ത് പിന്നൊരാൾ അവൻ വലിയ ആലിമൂല, അവനക്ക് അത് കിട്ടിത്ത് ഇത് കിട്ടിത്ത് ഭയങ്കരമാണ് ചൊല്ലുമ്പോൾ അവനക്ക് വലിയ പ്രയാസമാവിടും, ടെൻഷനായോണ്ട് കൊണ്ട് ഖളായിൽ തൃപ്തിപ്പെടുക സാധ്യമാവില്ല. ഏതോ തിരുവനന്തപുരത്തുള്ള ഹാജാർ അയാൾ ഇന്നോ എടുത്തുത്തൂലാന്ന് ചൊല്ലുമ്പോൾ ഒക്ക ഭാര്യ നല്ല വിഷയ. അയാളൊരു 10 ഇന്നോ എടുത്തുത്തൂള ഒക്ക 10 അല്ല, അയാൾ 20 കൊടുക്കും, പൈസ ഉണ്ടല്ലോ അയാളൊട്ടിയെ. അയാളൊരു ഷിപ്പ് എടുത്തുത്തൂള, അയാളൊരു 3 ഫ്ലൈറ്റ് എടുത്തുത്തൂള ഒക്ക മാഷാ അല്ലാ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ ഉണ്ടോന്ന് ചെല്ലാ. 3 അല്ല, അയാൾ 10 എടുക്കുമല്ലേ, അയാളൊട്ടിയെല്ലാം ഉണ്ടല്ലേ എൻ്റെ അവൻ ചൊന്നോണ്ടുള്ളേ. അതേ സമയത്ത് നിൻ്റെ നിരക്കാരുടെ അവൻ ഉള്ളല്ലേ, അവനൊരു മാരുതിക്കാരെടുത്തവളാന്ന് ചെല്ലുമ്പോൾ ഒക്കാണ്ടോന്ന് ചെല്ലും, ഒക്കെ അത് കട്ടറായിട്ടിക്കും ചിലപ്പോൾ ചൊല്ലു സാധ്യത ഉണ്ട്. കാരണം എന്തേ അസൂയ എവിടെയാണ് വേണ്ടി, അവിടെയാണ് കൽബുക്ക് ചികിത്സ കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിപാട്ടേ. യാ റബ്ബി, ഒരാൾക്ക് ഒരു നിയമത്ത് കിട്ടിത്ത് വലിയ കാറെടുത്തവനുണ്ടാവുമ്പോൾ നിൻ്റെ കണ്ണ് കടിക്കോ തീറാ, നിൻ്റെ ഉത്തരം മുട്ടത്തവനെ അവന് വലിയ 10 കോടി കിട്ടിത്തൂല, 1 കോടി വലിയ കച്ചവടക്കാരനുള്ള സമ്പത്ത് ഭയങ്കര ലാഭമുള്ള ചെല്ലുമ്പോൾ അവിടെ നാനെന്ത്ര പേരിക്കൊണ്ടും ചൊന്നെങ്കിൽ ആവട്ടെ അവನು ನನ್ನ ചങ്ങായിയാണ് 1 കോടി കെട്ടിത്തുണ്ടായെങ്കിൽ ನನ್ನ മുകളിൽ മങ്ങിലുണ്ട്, ನನ್ನ അവകെട്ടമുണ്ട്, ബാക്കി ഏതോ കാര്യമുണ്ട്, നക്കെന്തെങ്കിലും തരുവല്ല അവನು. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കണേ. അപ്പോൾ ഈ കൽബങ്ങ് സമാവിടും. ഇനി അവൻ തന്നില്ല ഉണ്ടായെങ്കിൽ അവൻ്റെ എനിക്ക് കടകേക്കല്ലേ. ഇനി കടവും തരാത്ത എനിക്ക് താളുണ്ടായെങ്കിൽ ഞാൻ ബേജാറാക്കൊണ്ടില്ല, നണ്ടൊട്ടി അവൻ കടകേക്കലല്ലേ. അപ്പോൾ അവനക്ക് സമ്പത്തായപ്പോൾ നക്ക് ലോസ് ഇല്ല, നക്ക് ലാഭം മാത്രമാണ്. ഇതാണ് ഓരോരുത്തരും ആലോചനാക്കണേ. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ പലപ്പോഴും ഇത് സഹിക്കില്ല. അസൂയ വണ്ട് ഇതെല്ലാത്തെയും ഉത്ഭവം എന്തിനെന്ന് ചൊന്നെങ്കിൽ പഠിച്ചുകൊണ്ട് ഖളാ ഖദറിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം ആയോണ്ടുള്ളേ. മറന്ന് അവനവന് നന്നാവുന്നതാണ്. ഇത് ശരിയാവാണ്ട്, ഈ കൽബ് ശരിയാവാണ്ട് 1000 വർഷം തറാവീ നിസ്കരിച്ചിട്ട് കാര്യമില്ല. 1000 ഉംറാക്കിയവള, കണക്കില്ലാത്ത ഹജ്ജാക്കിയവള, എപ്പോഴും തഹജ്ജുദേവുള, പക്ഷേ പടച്ചോണ്ടട്ടിയുള്ള വിശ്വാസ സമായിട്ടില്ല എങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. ഖളാ ഖദറിൽ വിശ്വാസമില്ല, പടച്ചോണ്ടമേ ഓൻ എതിർത്തോണ്ടുള്ളാണ്ടായെങ്കിൽ അതെത്ര വലിയ മുസീബത്താണ്. സമാവനായത് കൽബുണ്ടാ ചൊന്നുകൊണ്ടുള്ള ഹൃദയമാണ് സമാവനായ. ആ കൽബിൽ ഏറ്റവും നല്ല സന്തോഷവും ആൽമാരൊട്ടിയ പിരിസവും വേണം. അടുത്തൊരു ഉസ്താദിലെ ഒരാളെ പാട്ട് ഞാൻ കേട്ടെ, വിവാദായെങ്കിത്തൊരു പാട്ടാണ് ഇക്കട്ട്. അതിൽ ഫസ്റ്റ് ആശയത്തിൽ വലിയ ആശയമുണ്ടത്. ഇഷ്ക് ഇഷ്ക് ഇഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ പിഷ്ക്, ഇവർക്ക് അള്ളാനെ കിട്ടൽ റിസ്ക് ഉണ്ടാണ് അയാളെ തുടക്കം പാട്ട്. ഐഷ്ക് എന്നെ നോക്കിയങ്ങും പ്രേമാണ്, ആശക്തീങ്ങൾ മുഹിബ്ബീങ്ങൾ അങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിട്ട് ഇബിർസാൻ ചൊല്ലാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ട് ഇബിർസാൻ ചൊല്ലാറ്. ഭയങ്കര തഹജ്ജുദ്, ഭയങ്കര ദുആ, ഭയങ്കര സദഖ. പക്ഷേ അവൻ്റെ മുട്ടത്തവൻ്റെ കണ്ടിട്ട് ചിരിക്കുകയില്ല. സഫുല്ല അവൻ്റെ മുട്ടമേ നിൽക്കണോണ്ടിട്ട് ഷാപ്പ് വെച്ചിട്ടാണ് നിന്നോണ്ടുള്ളേ. അവൻ്റെ ചിരിക്കുകയില്ല എന്നെങ്കിൽ ഓൻ്റെ ഊറു വിവാദത്ത് കൊണ്ടും പഠിച്ചുകൊണ്ട് കിട്ടുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. ആ റിസ്ക്കാണ്, കിട്ടുക കഷ്ടമാണ്. അതുകൊണ്ടാണ് മുഫ്ലിസാറിന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടല്ല, തദ്റൂന മനിൽ മുഫ്ലിസാറ് സ്വഹാബത്ത് ചൊന്നത്. മുഫ്ലിസ് ചൊന്നെങ്കിൽ പാപ്പർ സൂട്ടായവൻ, എന്തുമില്ലാത്തവൻ, പൈസ ഇല്ലാത്തവനും സ്വഹാബത്ത് ചൊന്നാറ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ക് തിരുത്തി കൊടുത്തു. മുഫ്ലിസാറ് കൊണ്ടുണ്ട അന്ത്യനാളിൽ ഓൻ്റെ ചീത്ത പറഞ്ഞവനു, ഓൻ്റെ ആക്ഷേപിച്ചവനു, ഓണു ആക്രമിച്ചവനു, ഉപദ്രാക്കിയവനു, ബുദ്ധിമുട്ടാക്കിയവനു, കൽബ് സമയമില്ലാത്ത എനിക്കെത്താൾ അഥവാ പിന്നൊരാൾക്ക് ഉപദ്ര, ബുദ്ധിമുട്ടു, ദുൽമു ഇങ്ങനെ ആക്കിയിട്ട് അന്ത്യനാളിൽ വണ്ടല്ലേ. അവനക്ക് വലിയ നിസ്കാരമുണ്ട്, തഹജ്ജുദ് എല്ലാം ഉണ്ട്, ലോഡുണ്ട്, പക്ഷേ ഇതുമുണ്ട്.
അപ്പോൾ എന്താക്കിടും ചൊന്നെങ്കിൽ ഓൻ്റെ നന്മകളെല്ലാം അങ്ക് കൊടുക്കിടൂ. അപ്പോൾ ഓൺ സീറോ ആവിടാ. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഫ്ലിസാറൻ കേട്ടെങ്കിൽ വ്യഭിചാരിയും ചൊന്നില്ല, കള്ളുകുടിയാൻ ചൊന്നില്ല, നിസ്കരിക്കടവണേ, നോമ്പെടുക്കടവണേ. പക്ഷെ അവൻ്റെ പ്രോബ്ലം എന്തിരെ, അവൻ ആരാർക്ക് ಉಪದರಾಕಿರ, ಆರಾರ್ಗೆ ಅಕ್ರಮಾಕಿರ, ಬುದ್ಧಿಮುಟ್ಟಾಕಿರ, 5 ವಕ್ತ ಜಮಾತ್ಗೆ ಅವನು ಬಂಡ. പക്ഷേ അപ്പുറത്തവൻ്റെ ജാഗ ഉൾകേറ്റവನು എന്തെല്ലാം ചെന്നിട്ട് ഉൾകേറ്റ അവനക്ക് സ്വാധീനമുണ്ട്, അവനക്ക് മുണ്ടോക്ക് തരുമോ, അവനക്ക് ജാവ് പോലാക്കോ തരുമോ മുണ്ടിട്ട് അങ്ങനെ സ്വാധീനം കൊണ്ട് ജാഗര ഉൾകേറ്റ. അതുപോലെ അബ്ബടെ സ്വത്തരെ ഈ 3 ഓർത്ത ബലിയവನು ഉൾകേറ്റ, ബാക്കി ഇളങ്ങമുത്തങ്ങന്മാർക്ക് കൊടുത്തില്ലേ. ഇങ്ങനെ എന്തെല്ലാം ഉദാഹരണങ്ങൾ വെച്ചോണ്ട് പോവാം. സംഭവം അവനക്ക് വലിയ ഹുദ്ദ ഉണ്ട്, ഭയങ്കരമാണ്. ഉണ്ട് ഷെയ്ഖുൽ മഷായിഖിന് ചെല്ലുവാറ് അവിടെ എല്ലാം മുസീബത്താണ്. അത് പുറത്ത് മാത്രമാണ്. അതേ ബൈത്തിലയാൽ ചൊല്ലു കുടിലിന് പോലും കൊട്ടാരത്തിൻ്റെ പൈൻറ്റ്, ചെറിയ ഗുഡിസൽക്കും വെച്ചത് കൊട്ടാരത്തെ പൈൻറ്റാണ്, അരമനയുടെ പൈൻറ്റ് പുറത്തിടാറ്. അഥവാ എതിരിൽ മാത്രമാണ് ഉൾഗ മോശായി പൈത്ത്, ബാഹ്യത്തിൽ മാത്രമാണ്. വേറെങ്ങനെ ഇക്കൂ ഷെയ്ഖുൽ മഷായിഖിൻ്റെ ഇക്കൂ. അതാർക്കും വെക്കല്ലേ. ഗൂഡങ്കടി യൂണിവേഴ്സിറ്റിന്ന് ചൊല്ല വേറെ വെക്കല്ലേ. ഞാനിങ്ങനെ ചിಕ್ಕಮಗಳೂರಿಗೆ ಏನು ಬಸ್ಸಲ್ಲಿ ಬರ್ಬರ್ಬೇಕಂಡೆ ಎവിടെ ಮಾರ್ಬೇಕು 5 ಸ್ಟಾರ್ ಹೋಟೆಲ್ ಚೊಂದಿಟ್ಟು 5 ಸ್ಟಾರ್ ಹೋಟೆಲ್ಗೆ ಗೂಡಂಗಡಿ അങ്ങനെ പേര് വെക്കല്ലേ, ആർക്കും വെക്കല്ലേ. ഉള്ളു കയമ്പില്ലേ. അപ്പോൾ ചൊന്നു വന്നുകൊണ്ടുള്ളേ ഊടെ കുറേ ആൾമാർ നിങ്ങളെ പോതിയാറ്, ഭയങ്കര അവാർഡ് തന്നാറ്, പ്രശസ്തി തന്നാറ്, ഭയങ്കരാക്കിയാറ്. അതായിട്ട് ഇതായിട്ട് ഇതെന്തും ഞങ്ങളെ ബച്ചാവാക്കരുതല്ല. ബച്ചാവാക്കണുണ്ടായ കൊണ്ട് കൽബ് സമാവണു അല്ല. ഈ ബാഹ്യമായ നാടകങ്ങളെ കൊണ്ടു കുറേ ജഗബഗ കൊണ്ടു ഞങ്ങൾ വിജയിക്കിടാണ്ടായെങ്കിൽ മുന്നുള്ളവർക്ക് ഞാൻ ചൊന്നിട്ടില്ല കോയി ബാത്ത് നഹി ഹെ, അത് കുറച്ച് അർത്ഥം വെച്ചോളെ കോളി കുളിക്കില്ലാണ്ട് അങ്ങനെ ശരിയാത്തിലെ നിയമങ്ങൾക്ക് ഹദീത്ത് ആയത്ത് അങ്ങനെ അർത്ഥം വെക്കിടാറുണ്ടായെങ്കിൽ ഓക്കെ. ഈ നാടക കൊണ്ട് ബാഹ്യമായ കുറേ കാട്ടിക്കൂട്ടലുകളെ കൊണ്ട് ജഗബഗ കൊണ്ടു ബച്ചാവാവൂ സാധ്യമാവും. ആ പ്രോഗ്രാം കയ്യും കണക്കുമില്ലാത്ത പ്രോഗ്രാം നന്നാക്കട, കയ്യും കണക്കുമില്ലാത്ത സമ്മേളനങ്ങളാവിടൂ, എന്തെല്ലാം ആവിടൂ. അതാവണ്ടാണ്ടല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കുറേ പ്രോഗ്രാം ആക്കിയില്ലേ. കുറേ സമ്മേളനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു കൂട്ടിത്താ. ഞങ്ങൾ എത്രയാണ് പ്രോഗ്രാം ആക്കടെ, എത്രയാണ് സമ്മേളനം ആക്കടെ, കയ്യും കണക്കുമില്ലാത്ത പ്രോഗ്രാം ആക്കട. ഒരു യൂണിറ്റ് അവിടെ ഒരു സംഘടനയിലെ ഒരു ശാഖ അവിടെ ഉണ്ടായെങ്കിൽ ആദ്യമേ ഞങ്ങൾ തീരുമാനമാക്കട. അതാ നേരത്തെ വെച്ചിട്ടൈത്ത് വർഷത്തിൽ 2-3 പ്രോഗ്രാം അയത്തുണ്ടായെങ്കിൽ വിജയിച്ച പോലെമേ. അതല്ല ഏറ്റവും മെയിനായ വിഷയം ചൊന്നെങ്കിൽ അവനവന് സമാവിടെ, സ്വയം നന്നാവിടെ. ഇതാണ് ഏറ്റവും വലിയ ബദലാവണേ. കുറേ പ്രോഗ്രാം ആക്കിയത് കൊണ്ട് അത് ആവണുണ്ടില്ലേ, കുറേ ബാക്കി കാര്യങ്ങളാക്കിയത് കൊണ്ട്, ജഗബഗാക്കിയത് കൊണ്ട്, ഷോ ആക്കിയത് കൊണ്ട് ഇതെല്ലാം നടക്കണുണ്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തിൽ ജീവിക്കൂ വിട്ടോണ്ടില്ല, മദീനത്ത് പോയോണ്ടുണ്ടു. ആ സമയത്ത് വരെ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്ത് നന്നാവണുണ്ടായെങ്കിൽ, ഉമ്മത്ത് സമാവണുണ്ടായെങ്കിൽ കുറേ പ്രോഗ്രാമുകൾ, കുറേ സമ്മേളനങ്ങൾ ഞങ്ങൾ ആക്കിയത് കൊണ്ടല്ല കാര്യം. വ്യക്തി ജീവിതം നന്നാവണമെന്ന് ചൊല്ല സന്ദേശമാണ് നക്ക് ഞാൻ ചൊന്നുകൊണ്ടുള്ളേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കു നോക്കിക്കൊണ്ടുള്ളാറ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് വരെ ഈ ഭർത്താക്കടങ്കത്തെ ആൾമാരെ സമ്പത്ത് അങ്ങനെ അമൂല്യ സാധനങ്ങൾ ഈ നേതാവിടെ മുട്ടങ്ങ് സൂക്ഷിച്ചു വെച്ചിടാറും ചൊന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തൊരു അത്ഭുതമാണ്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതത്തെ ശുദ്ധി എത്രയാണ്. എന്നിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഏതായാലും നിങ്ങൾ ഭർത്താക്കിടാറല്ലേ, നിങ്ങൾ സാമാൻ്റെ ഞാൻ പുറത്തുകൊണ്ട് പോകണ്ടേ, മദീനത്ത് കൊണ്ടൊന്ന് സാഗുവാട്ടിത്ത ഒരിക്കലും ഇല്ലല്ലേ. അതിൽ തിരിച്ചു കൊടുക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഏൽപ്പിച്ചിട്ടല്ലേ പോയെ. സുബ്ഹാനല്ലാഹ്, ഇതാണ് അത്ഭുതം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം കൊണ്ട് സമൂഹത്തെ മാറ്റിയിട്ട് ബദലാക്കിയിട്ട് എന്നുള്ളത്. അതാണ് അവിടെയാണ് സമാവനായ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. ഞാൻ ചൊന്നു വന്നത് എവിടെമാ തുടങ്ങിയിട്ട് എവിടെയൊക്കെ പോയിട്ട് ഇന്നലത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കേൾക്കണേ. മൊത്തത്തിൽ ചൊന്നത് ദഅഇൽ അയ്യാമ തഫഅലു മാ തശാഉ. ദിവസങ്ങൾ പലതും, ദിവസങ്ങളിൽ പല കാര്യങ്ങൾ നടക്കട്, എന്തെല്ലാം ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കട്, അതെല്ലാം പടച്ചോൻ്റെ ഖളാ ആണ്, അള്ളാഹുടെ വിധിയാണ്. ആ വിധിയിൽ നിന്നാണ് തൃപ്തിപ്പെടണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിപാട്ട് ഒരാൾക്ക് നിഅമത്ത് കിട്ടുമ്പോൾ അസൂയ വേണ്ടത് വിധിയിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്, പടച്ചോൻ്റെ ഞാൻ എതിർക്കുന്നത് കൊണ്ടാണ്, അത് എൻ്റെ നാശത്തുകാണ് വലിച്ചിട്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്കിത് വഴിപാട്ടി തന്നുകൊണ്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ഞങ്ങളെ ദീനും ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.